ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറേ നാളായിട്ട് വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നലെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു ഏത് പ്രോട്ടീൻ എടുക്കണം എന്നുള്ളത്. കാരണം പ്രോട്ടീൻ ഒരുപാട് മാർക്കറ്റിലുണ്ടല്ലോ. ഇപ്പോൾ വേ പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ ഫെർമെൻറ്റഡ് ഈസ്റ്റ് പ്രോട്ടീൻ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ പ്ലാൻ പ്രോട്ടീൻ ഉണ്ട്, വേഗനായിട്ടുള്ള പ്ലാൻ പ്രോട്ടീൻ ഉണ്ട്. ഇങ്ങനെ 2-3 പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ടല്ലോ. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നായിരുന്നു. അപ്പോൾ അതേ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യാനുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വേ പ്രോട്ടീൻ തന്നെ. വേ പ്രോട്ടീനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഒരുപാട് വീഡിയോസും ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളെല്ലാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേ പ്രോട്ടീൻ്റെ ഗുണം ഇതാണ്, നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്, പ്രൂവനാണ്. മസിൽ ബിൽഡിങ്ങിൽ എത്രത്തോളം അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. എല്ലാവരും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് പക്ഷേ അതിനുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ട് പ്രോബ്ലം വരാറുണ്ട്. മീൻസ് പ്രധാനമായിട്ട് ബ്ലോട്ടിങ് അല്ലെങ്കിൽ ദഹന പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങൾ വേ പ്രോട്ടീന് ഉണ്ടാവാറുണ്ട്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ് പറയുന്ന പോലെ തന്നെ. പക്ഷേ എനിക്കതിൽ പേഴ്സണലി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, അതിനകത്ത് ഈ അമിനോ പ്രൊഫൈൽസ് വളരെ കുറവാണ്. ഇപ്പോൾ വേ പ്രോട്ടീനിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്ന അത്രയും അമിനോ പ്രൊഫൈൽസ് അതിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷനാണ്. മൂന്നാമത് നമ്മൾ നോക്കുന്നത് ഫെർമെൻറ്റഡ് ഈസ്റ്റ് പ്രോട്ടീൻ. അതായത് ഈസ്റ്റ് ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ കേട്ടിട്ടുണ്ടാകും, ഈസ്റ്റ് സൂക്ഷ്മജീവിയാണ്, അതിനെ ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന ഫെർമെൻറ്റഡ് ഈസ്റ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബേസിക്കലി നമുക്ക് വേ പ്രോട്ടീനായിട്ട് ശരിക്കും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഈ ഫെർമെൻറ്റഡ് ഈസ്റ്റ് പ്രോട്ടീൻ. കാരണം അതിനകത്ത് അമിനോ പ്രൊഫൈൽസ് എല്ലാം ഉണ്ട്. മാത്രമല്ല നമുക്ക് ഗട്ട് പ്രോബ്ലംസ് വളരെ കുറവായിരിക്കും. ഈ പറയുന്ന ബ്ലോട്ടിങ്ങോ ദഹന പ്രശ്നമോ കാര്യങ്ങളോ തീരെ ഇല്ലാത്തൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഈസ്റ്റ് പ്രോട്ടീൻ. അപ്പോൾ ഞാൻ ഈ കൺഫ്യൂഷൻ മാറ്റിയിട്ട് ആക്ച്വലി ഞാൻ ചൂസ് ചെയ്തത് വേ പ്രോട്ടീനാണ്. കാരണം എനിക്ക് ഗട്ട് പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വേ പ്രോട്ടീൻ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗട്ട് പ്രോബ്ലം ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലാൻ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ഈസ്റ്റ് പ്രോട്ടീൻ ചൂസ് ചെയ്യാം. അത് ബേസിക്കലി പ്രോട്ടീൻ എന്ന് പറയുന്നൊരു മാജിക് പൗഡറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ, നിങ്ങളുടെ വർക്കൗട്ട്, നിങ്ങളുടെ എയിം എന്താണ്, അപ്പോൾ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഏത് പ്രോട്ടീൻ ആണെങ്കിലും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പേഴ്സണലി നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ മസിൽ ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വേ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ഈസ്റ്റ് പ്രോട്ടീൻ ബെസ്റ്റ് ഓപ്ഷനാണ്. അതല്ല നിങ്ങൾ ജസ്റ്റ് പ്രോട്ടീൻ മാത്രം, അമിനോ പ്രൊഫൈൽസ് ഒന്നും വേണ്ട, ജസ്റ്റ് പ്രോട്ടീൻ അങ്ങനെ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്ലാൻ പ്രോട്ടീൻ അതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ എയിം അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് പ്രോട്ടീൻ വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കണ്ടൻസ് ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.